ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. ഞാൻ ഡോണട്ടാണ് ഇന്ന് വീട്ടിൽ ചെയ്യുന്നത്. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്കൊന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ റെസിപ്പിയാണത്. നമുക്ക് കൂടുതൽ അതിന് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം. ഞാൻ നമ്മുടെ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കുവാണ്. ആദ്യം നമ്മളൊരു 2 കപ്പ് ഫ്ലോറിൻ്റെ ഡോണറ്റ്സ് ആണെന്ന് വെച്ചാൽ നമുക്കൊരു 10-15 ഡോണറ്റ്സ് എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യാണ്. അപ്പോൾ ഞാനത് ഒരു 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ഒരു 1/2 ടീസ്പൂൺ നട്ട്മഗ് ഒന്ന് ആഡ് ചെയ്യണം. നമ്മുടെ ജാതിക്കക്കുരു പൊടിച്ചതാണ്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഞാനൊരു 1/2 കപ്പ് മിൽക്ക് ഒന്ന് വാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ചൂടിൽ നമുക്ക് അത് വാമാക്കി വയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് ഒരു 40 ഗ്രാം മെൽറ്റഡ് ബട്ടറാണ് ഞാൻ ആഡ് ചെയ്യണേ. പിന്നെ ഒരു എഗ്ഗും ഞാൻ എടുത്തു വെച്ച എഗ്ഗും ഒരെണ്ണം അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. ഒന്ന് പതിയെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരു 2 ഡ്രോപ്പ്, താല്പര്യം ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, 2 ഡ്രോപ്പ് വനില എസൻസ്. ഇനി നമ്മളൊരു 2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആ മിൽക്ക് വാമാണെങ്കിൽ മാത്രം ആ ഈസ്റ്റ് നമുക്ക് പെട്ടെന്ന് പുളിച്ച് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മളിതൊന്ന് ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ്. ഇതിനകത്ത് മിക്സർ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കൈ കൊണ്ട് നന്നായി കുഴയ്ക്കാം. കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ പാത്രത്തിൽ തന്നെ ഒന്ന് പതിയൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു അല്പം വെളിച്ചെണ്ണ നമ്മുടെ ഈ ടോപ്പിൽ പരട്ടിയിട്ടുണ്ട്, നമ്മുടെ കൗണ്ടർ ടോപ്പിൽ പരട്ടിയിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റ് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അത് ഇപ്പോൾ ഡോ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളൊരു മണിക്കൂറത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ എടുത്ത പാത്രത്തിൽ തന്നെ ഒന്ന് വെക്കുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും വെള്ളം ചേർക്കണില്ല കേട്ടോ ഇതിനകത്ത്. നമ്മൾ ആ സെയിം എടുത്തു വെച്ചാൽ മിൽക്ക് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡോ കുഴച്ച് വെക്കുന്നത് കേട്ടോ. പിന്നെ വല്ല ഒരു റാപ്പോ അല്ലെങ്കിൽ നമുക്കൊരു നനച്ച തുണിയോ അതിൻ്റെ മേളിലൊന്ന് വെച്ച് നമുക്കിതൊരു മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യിക്കാം കേട്ടോ. ഞാനിത് 1 മണിക്കൂർ വെച്ചു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ 1 ഇഞ്ച് കനത്തിലാണ് നമ്മൾ പരത്തുന്നത്. നമ്മൾ വളരെ ഫ്ലാറ്റായിട്ടാണ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളൊരല്പം പൊടിയൊക്കെ വിതറി, നമ്മുടെ മൈദപ്പൊടി തന്നെ ഒന്ന് വിതറി നമ്മളിവിടെ തന്നെ ഇട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. ഇതുപോലെ നമ്മളൊന്ന് പരത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ വട്ടത്തിൽ പരത്തണ്ട, കുറച്ച് ഒരു ഇഞ്ച് കനത്തിൽ നമ്മൾ അത് പരത്തിയെടുത്തേക്കുന്നത്. ഇതുപോലെ ആയതിനെ നമ്മളൊരു അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കല്ലെങ്കിൽ കുക്കി കട്ടറോ അല്ലെങ്കിൽ ഡോണറ്റ് കട്ടറോ ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടകളിൽ നിന്ന് കേട്ടോ. അതായാലും നമുക്ക് ഉപയോഗിക്കാം.
ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അടപ്പ് വെച്ചിട്ട് സിമ്പിൾ, നമുക്കിപ്പോൾ അതിന് വേണ്ടി പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഇതുപോലെ തന്നെ നമുക്കൊരു ചെറിയ അടപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം. അത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മളിതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റുവാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബാലൻസ് വന്ന് നിങ്ങൾക്ക് കാണാം. ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് കുഴച്ചിട്ട് ഇതുപോലെ തന്നെ ഞാൻ ഒന്ന് കട്ട് ചെയ്യാണ്. ഞാനിപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനത് ഒരു റാപ്പ് വെച്ചിട്ട് ഒരു അരമണിക്കൂറത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുവാണ്. ഡോണറ്റ് ഒരു അരമണിക്കൂർ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായ ഗ്ലേസ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിനൊരു 70 ഗ്രാം ബട്ടറും ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്കും, ഒരു കുറച്ച് ചൂടായിട്ടുള്ളൊരു മിൽക്കും, പിന്നെ നമുക്ക് ഐസിങ് ഷുഗറും ഒരു 2 കപ്പ് ഐസിങ് ഷുഗർ ഇതിനകത്ത് ആഡ് ചെയ്ത് മിക്സ് നമുക്കത് മുക്കി കോരി എടുക്കാനുള്ളതാണ്. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട്, നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തില്ല എന്ന് വെച്ചാൽ ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്യാതെ തന്നെ നമുക്കൊരു 350-ൽ ബേക്ക് ചെയ്തും ഈ ഡോണറ്റ്സ് റെഡിയാക്കി എടുക്കാം. അത് ഞാൻ നിങ്ങളെ പിന്നീട് കാണിച്ചിട്ട്, ഞാനിപ്പോൾ ഇത് ഓയിലാണ് ചെയ്തിരുന്നത്. പിന്നെ അതിന് ആവശ്യമായുള്ള സ്പ്രിങ്കിൾസ്, ഞാൻ ഡെക്കറേഷനുമായിട്ടുള്ള സ്പ്രിങ്കിൾസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് കാണിക്കാം. പിന്നെ ഒരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ ടോപ്പും പിന്നെ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ടോപ്പിങ്ങും ഞാൻ അതിന് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ ഈ ഇത് ചെയ്യുന്നതിനനുസരിച്ച് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്കിത് ഈ 70 ഗ്രാം ബട്ടറിൽ ഒരു മിൽക്ക് ആഡ് ചെയ്തിട്ട് ഞാനൊരു ഐസിങ് ഷുഗർ 2 കപ്പ് ഇടാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള തിക്നെസ്സിൽ നമുക്ക് എടുക്കാം കേട്ടോ. അത് ഇനി നമുക്ക് മിൽക്ക് ആഡ് ചെയ്യണമെങ്കിൽ മിൽക്ക് ആഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഡോണറ്റ്സിൻ്റെ എണ്ണ അനുസരിച്ചിട്ടും നമുക്ക് അത് ഇൻക്രീസ് ചെയ്യാം. ആ ഒരു അനുപാതത്തിൽ എടുക്കണമെന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ 2 ചോക്ലേറ്റിലും ഒരല്പം വാം മിൽക്ക് ഞാനൊന്ന് പതിയെ ഒന്ന് ചൂടാക്കിയതാണ്. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആവണമെങ്കിൽ നമുക്കൊരല്പം ചൂടുള്ള പാലൊഴിച്ചാൽ മാത്രമേ അത് മെൽറ്റ് ആവത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നമുക്ക് ചൂടിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്കൊരു മീഡിയം ഹീറ്റിന് താഴെ ഇട്ട് വേവിച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കറുത്ത് പോകും. നമുക്ക് ആ ഡോണറ്റിൻ്റെ സാധാരണ ഒരു കളർ കിട്ടണമെങ്കിൽ നമുക്ക് അത്ര അങ്ങോട്ട് ചൂടിൽ പറ്റില്ല. നമുക്കൊരു ചെറിയ ചൂടാണെങ്കിൽ ആ ഒരു ചെറിയ ബബിൾ വന്ന ആ ഒരു ചെറിയ ചൂടിൻ്റെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഇട്ടിട്ട് ഇത് ഡീപ് ഫ്രൈ ചെയ്യരുത്. ഡോണറ്റ് എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനതൊന്ന് ഗ്ലേസ് ചെയ്ത് കാണിക്കാം. ഞാൻ നേരത്തെ എടുത്ത് വെച്ചാണ് അത്. നമ്മളതൊന്ന് മുക്കിയെടുത്ത് ഞാനിപ്പോൾ എല്ലാം ഗ്ലേസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഡോണറ്റ്സ് എല്ലാം ഗ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് ഞാൻ ഗ്രേറ്റഡ് കോക്കനട്ട്സ്, നമ്മൾ സ്വീറ്റൻഡ് ആയിട്ടുള്ള ഗ്രേറ്റഡ് കോക്കനട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ്, നമ്മൾ നേരത്തെ എടുത്ത വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ആ പാലിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കാണിക്കാം. നമ്മൾ ടോപ്പ് മാത്രമാണ് അത് ചെയ്യുന്നത്, നമ്മൾ ഫുൾ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ നേരത്തെ ഗ്ലേസ് ചെയ്ത പോലെ അല്ല ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം.
നമ്മുടെ ഡോണറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതേപോലെ ഒന്നും ഡെക്കറേറ്റ് ചെയ്യണമെന്നും ഇല്ല, നമുക്ക് ആ ഗ്ലേസ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണത്. അപ്പോൾ ഇത് മേളിലിങ്ങനെ ഡെക്കറേഷൻ ഒന്നും കൊടുക്കണമെന്നല്ലെങ്കിൽ ഇതൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി തീർച്ചയായും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.